ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് P2P വഴി 10 എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. അത് നിങ്ങളുടെ വാലറ്റിൽ പോവുക. വാലറ്റിൽ പോയി കഴിഞ്ഞിട്ട് മുകളിൽ ഏറ്റവും സൈഡിലായിട്ട് P2P മാർക്കറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ലിമിറ്റ് ഉണ്ട്. ചിലവരുടെ ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. ഇതാ ഈ ഫസ്റ്റ് കാണുന്നതിൻ്റെ അകത്ത് അവർക്ക് നമുക്ക് മിനിമം വാങ്ങിക്കാൻ പറ്റുക ലിമിറ്റ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. 5000 രൂപയാണ് മിനിമം ലിമിറ്റ്. താഴത്ത് 28000 രൂപയാണ് മിനിമം ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത്? താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. എനിക്കിപ്പോൾ 500 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇതാ ഈ കാണുന്ന ഓപ്ഷൻ, ഇതാ 500 രൂപ ഇവർക്ക് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് 500 രൂപ ലിമിറ്റ് വന്നു. 585 ഇപ്പം ഇവർ ടോണിൻ്റെ പ്രൈസായിട്ട് വാങ്ങിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ടോണിൻ്റെ പ്രൈസായിട്ട് 585 വാങ്ങിക്കുന്നത്. സൈഡിൽ ബൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഓക്കെ, ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മുകളിൽ INR ഇന്ത്യൻ മണി അടിച്ചു കൊടുക്കുക. അവിടെ 500 ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവർക്ക് UPI പേയ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പേയ്മെൻറ്റ് മെത്തേഡ് UPI ആണ്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലവർക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെയാണുള്ളത്, കുഴപ്പമില്ല, നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്. UPI കുറച്ചും കൂടെ നമുക്ക് എളുപ്പമുണ്ടാവും ചെയ്യാൻ. UPI 500 രൂപ ലിമിറ്റ്. ഓക്കെ, നമ്മൾ 500 കൊടുത്തിരിക്കുന്നത്. താഴത്ത് ബൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഓർഡർ കൊടുക്കുക. ക്രിയേറ്റ് ഓർഡർ കൊടുക്കുക. ക്രിയേറ്റ് ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ഒരു നമ്മുടെ സെല്ലർ കൺഫർമേഷന് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. പുള്ളി കൺഫേം ചെയ്താലേ ഉള്ളൂ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ പുള്ളി കൺഫർമേഷൻ ചെയ്യും. ഓക്കെ, പുള്ളി കൺഫേം ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്ര ടോണാണ് കിട്ടാൻ പോകുന്നത്, മുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ. ഇതിനകത്ത് UPI നമ്പർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് കാണുന്ന UPI നമ്പർ നമ്മൾ കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് നേരെ ഫോൺ പേയിലേക്ക് വന്നിട്ട് ടു ബാങ്ക് ഓർ UPI ID എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ രണ്ടാമത്തെ UPI ID എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ മുകളിലായിട്ട് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് പേസ്റ്റ് കൊടുക്കുമ്പോൾ താഴത്ത് വന്നു, അത് ക്ലിക്ക് ചെയ്യുക. വെരിഫൈ കൊടുക്കുക. നിക്ക് നെയിം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, സേവ് കൊടുക്കുക. എമൗണ്ട് അടിക്കുക, 500 രൂപ എമൗണ്ട് അടിച്ചു. പ്രൊസീഡ് ടു പേ കൊടുത്തു. ഓക്കെ, നമ്മുടെ കോഡ് അടിച്ചു കൊടുത്തു, പേയ്മെൻറ്റ് പോകുന്നു. ഓക്കെ, ഇവിടെ നിന്ന് പോയിട്ട് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് ഫോൺ പേയോ അല്ലെങ്കിൽ Paytm ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നേരെ തിരിച്ച് വരിക. തിരിച്ച് വന്നിട്ട് ഐ മെയ്ഡ് എ പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. ചൂസ് ഫയൽ കൊടുക്കുക. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ, അതിവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലോഡിങ് ആകുന്നു, അപ്ലോഡഡ് ആയി. ഇനി കൺഫേം ആൻഡ് സെൻഡ് കൊടുക്കുക. കൺഫേം ആൻഡ് സെൻഡ് കൊടുത്തു, സെൻഡ്. ഓക്കെ, ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇവരോട് ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഐ മെയ്ഡ് ദ പേയ്മെൻറ്റ് എന്നുള്ളൊരു മെസ്സേജ് പുള്ളിക്ക് ഇട്ടേക്കുക. ഐ മെയ്ഡ് ദ പേയ്മെൻറ്റ് എന്നുള്ളൊരു മെസ്സേജ് ഇട്ടു. അവിടെ തിരിച്ച് നേരെ വരിക. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നേരെ തിരിച്ച് വരുമ്പോൾ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നു നമുക്ക്. അപ്പോൾ തിരിച്ച് നമ്മുടെ വാലറ്റിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ വാങ്ങിച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻ ഓക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, തിരിച്ച് നമ്മൾ വാലറ്റിലേക്ക് വരണം. ഇത് കംപ്ലീറ്റ് ആയി. ഇത്രയും ടണ്ണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 500 രൂപയ്ക്ക്. തിരിച്ച് വരിക, തിരിച്ച് വാലറ്റിലേക്ക് വരണം. ടോട്ടൽ $4.99. $4.99. നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തി പോകരുത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, അതിനകത്ത് മോറസിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് 10 കോയിൻ കിടക്കുന്ന കാണാം. അതിന് നമ്മൾ ഇതിപ്പോൾ നമ്മുടെ 10 സ്പേസിലേക്ക് ഇത് മാറ്റണം. അതിനായിട്ട്
10 സ്പേസിലേക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? 10 സ്പേസിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ യുവർ 10 സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. സെൻഡ് പോയി കഴിഞ്ഞിട്ട് ഏറ്റവും താഴത്ത് യുവർ 10 സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ യൂസ് മാക്സ് 10 ബാലൻസ് ഏറ്റവും താഴത്ത് കണ്ടോ? അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ പാസ്വേഡ് ഇട്ടുണ്ടെങ്കിൽ അവിടെ പാസ്വേഡ് ചോദിക്കും, ഇല്ലെങ്കിൽ കൺഫേം ആൻഡ് സെൻഡ് കൊടുക്കുക. പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് അവർ ചോദിക്കും, അത് കൊടുക്കുക. കൺഫേം ആൻഡ് സെൻഡ് കൊടുത്ത് ഡൺ കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്താലേ വരുള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നിങ്ങൾ. നമ്മുടെ 10 സ്പേസ് ബെറ്റ എന്നുള്ളതിനകത്ത് അത് നമ്മുടെ ഡോളർ അതിൻ്റെ അകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വന്നാലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്തെങ്കിലും കയറി ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ.